ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 2305. ഇന്ന് ഏപ്രിൽ മാസം 23-ാം തീയതി 113-ാമത്തെ ദിവസത്തിലെത്തി. അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ്. നന്മ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ? 38 വർഷമായി തളർന്നു കിടന്ന ആൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരും മുമ്പേ സുഖപ്പെടുത്തിയവൻ ആൾക്കൂട്ടത്തിനിടയിൽ മറയുകയാണ്. നന്ദി എന്ന ഒരു വാക്കുപോലും കേൾക്കാനായിട്ട് നിന്നുകൊടുക്കുന്നില്ല. ശരിക്കും ഇതല്ലേ നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത്? സുഖപ്പെടുത്തി നടന്നു പറയുന്ന യേശുവിന്റെ ചിത്രം. 38 വർഷം തളർന്നു കിടന്നവനെ സുഖപ്പെടുത്തിയതിനേക്കാളും വലിയ അത്ഭുതമായിട്ട് ഇതിനെ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. ആർക്ക് കഴിയും? തുടർന്ന് ഇതേ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തില് യേശു സുഖപ്പെടുത്തിയ ജന്മന അന്ധനായ മനുഷ്യനും യേശുവിനെ പറ്റി പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. ശിലോഹം കുളത്തിപ്പോയി കണ്ണു കഴുകി തിരിച്ചു വന്നപ്പോൾ കാഴ്ച പ്രാപിച്ചപ്പോൾ യേശു അവിടെയില്ല. ഒരു നന്ദി വാക്ക് കേൾക്കാൻ പോലും നിൽക്കാതെ യേശു അടുത്ത സ്ഥലത്തേക്ക് മറഞ്ഞു കഴിഞ്ഞു. ആൾക്കൂട്ടവും മത നേതൃത്വവും അവനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ സുഖപ്പെടുത്തിയവൻ എവിടെ? എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവന്റെ മറുപടി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇങ്ങനെ വല്ലാതെ തങ്ങി നിൽക്കുന്ന ആളുകൾ എവിടെയാ? എന്തെങ്കിലും നന്മ പ്രവൃത്തി ചെയ്തിട്ട് അവിടെ തന്നെ. അതിൽ നിന്ന് നമ്മളൊന്ന് മാറണ്ടേ? അവിടെ നിന്നും ആ സ്വഭാവത്തിൽ നിന്നും ഇടത്തിൽ നിന്നും സുഖപ്പെട്ടവർ എഴുന്നേറ്റ് പോട്ടെന്നേ, ഞാനാണിത് ചെയ്തെന്ന് അവനൊരിക്കലും അറിയണ്ട. അറിഞ്ഞാ പിന്നെ എന്റെ മുമ്പിൽ അവൻ തൊഴുതു നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു തുടങ്ങും. നന്ദിയോടെ അവൻ പുഞ്ചിരിക്കണമെന്ന്. അവൻ എന്നെ അറിയും മുമ്പ് ഞാനങ്ങ് നടന്ന് മറഞ്ഞു കളഞ്ഞാൽ അതാ നല്ലത്. യേശു പറഞ്ഞ കഥയില്ലേ, നല്ല സമരിയാക്കാരന്റെ കഥ? അവിടെ നമുക്കിത് കാണാൻ പറ്റും. 2 നാണയങ്ങൾ സത്രക്കാരനെ ഏൽപ്പിക്കുകയും ഇതും തികയാതെ വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ ബാക്കി തന്നുകൊള്ളാമെന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ട് മുറിവേറ്റ മനുഷ്യന് ബോധം തെളിയുന്നതിന് മുമ്പേ, തന്നെ കാണുന്നതിന് മുമ്പേ നടന്ന് കടന്നു മറഞ്ഞു പോകുന്ന നല്ല സമരിയാക്കാരൻ. അയാളിലും തെളിയുന്നത് യേശുവിന്റെ മുഖമല്ലേ? പിന്നെ നമ്മളെന്തിനാണ് ഇങ്ങനെ നന്മ ചെയ്തിട്ട് അതിന്റെ സകല ഗുണവും അനുഭവിപ്പാനായിട്ട് ആർത്തിയോടെ നിൽക്കുന്നത്? വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയുന്ന വചനമുണ്ട്, കടമ നിർവഹിച്ചിട്ട് തങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണെന്ന് ഏൽപ്പിച്ചത് മാത്രം നിർവഹിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ചില ഭൃത്യന്മാരെ, അവരെ പോലെ ആകാനായിട്ട് നമുക്കും പറ്റുമോ? പ്രാർത്ഥനയോടെ ഒന്ന് പരിശ്രമിക്കാം. ആമേൻ.